നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള സന്ധ്യാസമയം കർത്താവിന് ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. ജീവനുള്ള ദൈവത്തോടുകൂടെ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനോടുകൂടെ, ഞങ്ങളുടെ മഹാപുരോഹിതനും ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ വീണ്ടെടുപ്പ് നീതീകരണമായിരിക്കുന്നവരോടുകൂടെ ഒരു കൂട്ടായ്മ നൽകിയ നിന്റെ കൃപയ്ക്ക് സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീനതകൾക്കും ഇതെൻ്റെ കൃപ കൊണ്ട് കവിഞ്ഞ് ഞങ്ങളുടെ കുറവുകൾ ഇതിൻ്റെ രക്തത്താൽ കഴുകി ആ കൃപാസനത്തിലേക്ക് അടുത്ത് വരും വധുക്കാണ്. നിന്റെ ദേഹമെന്ന തിരശ്ശയിൽ കൂടെ ഞങ്ങൾക്ക് തുറന്ന പുതുവഴിയിൽ കൂടെ ഞങ്ങൾ അടുപ്പിച്ച കൃപയ്ക്കായ സ്തോത്രം. നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് ക്രൂശിൽ നേടിയ ജയത്തിൻ്റെയും കർത്താവ് അധികാരത്തിൻ്റെയും അവകാശികളായി കൂട്ടവകാശികളെ നീ കണക്കെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആവാസത്തോടു കൂടി കർത്താവ് നിന്നെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ നീ കൃപ നൽകിയല്ലോ. തുടർന്ന് വചനങ്ങളെ ധ്യാനിപ്പാൻ കൃപ നൽകിയാട്ടെ. കൂട്ടിവരുത്തിയ ഓരോ ജനത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യൂട്യൂബിൽ കേൾക്കുന്ന ഓരോ ജനത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ പരിജ്ഞാതി വളരുവാൻ വ്യക്തിപരമായിട്ട് നിന്നെ രുചിച്ചറിവെന്നൊക്കെ വേണം കർത്താവേ. ഞങ്ങളുടെ ബലഹേതുകൾ നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് നിന്റെ വചനത്തെ ഉറപ്പിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാദേവ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഞങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിച്ചാട്ടെ. പരിസരങ്ങളിൽ നിന്ന് സകല ദുഷ്ടതയുടെ പോരുകളെയും അധർമ്മത്തിൻ്റെ വ്യാപാരങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ അതുല്യമായ നാമത്തിൽ എന്നേക്കുമായിട്ട് നിഷ്ഫലമാക്കുന്നു. മഹത്വം ക്രൂശിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അധികം ഇൻട്രൊഡക്ഷനിലേക്ക് പോകാതെ തന്നെ വിഷയങ്ങളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് തന്നെ നമ്മൾ ചിന്തിച്ചു കൊടുക്കുന്ന വിഷയമാണ് റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ടും പഴയ നിയമത്തിലായിരുന്നെങ്കിൽ മോശയുടെ സമാഗമന കൂടാരത്തിന്, അതുപോലെ തന്നെ ശലമതീർത്ഥാലയത്തിനൊക്കെയും വ്യക്തമായിട്ടുള്ള അളവുകളും കാര്യങ്ങളൊക്കെയും കൊടുത്തിരുന്നു. ദൈവം തന്നെ മാതൃക കൊടുത്തിരുന്നു. അതുപോലെയൊക്കെ പണിയണം, അതായത് ദൈവത്തിൻ്റെ തിരുനിവാസം, ദൈവം വസിക്കുന്ന ഇടം എപ്രകാരം പണിയണമെന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ആലോചനകൾ, അതൊക്കെ നമുക്ക് നിഴലുകളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നാം ചിന്തിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൽ, അതായത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ആ ശക്തിയുടെ അഭിഷേകം ലഭിക്കുവോളം അതിനുശേഷം എന്ന് പറയുന്ന ദൈവസഭ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ്, നമ്മുടെ ശരീരമാണ്. അപ്പോൾ അതിൻ്റെ പണിക്ക് ദൈവം കാണിക്കുന്ന മാതൃക പ്രകാരം തന്നെ പണിയണം. അതിൻ്റെ മാതൃകയാണ് ക്രിസ്തു എന്ന മൂലക്കല്ല്. ആ മൂലക്കല്ലിനോട് പ്ലംബറ്റ് അല്ലെങ്കിൽ തൂക്കുകട്ട പിടിച്ചുകൊണ്ട് പണിയുന്നവരാണ് ദൈവദാസന്മാർ. വെറുതെ വെള്ളച്ചാട്ടോട്ട് പാസ്റ്റ് എന്ന് പേരും പറഞ്ഞു കൊണ്ടിടുന്ന ആരും തന്നെ ദൈവദാസന്മാരാകണമെന്നില്ല. ഞാനിതെല്ലാം പറയുന്നവരാരും ക്രിട്ടിസൈസ് ചെയ്യുവാനല്ല. നമ്മുടെ സോളിൻ്റെ വില അത്രമാത്രം വലുതാണ്. അല്പം ഉപദേശത്തും മാറ്റി പഠിപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയാനിട വരരുത്. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ കൃപാസനമാണ്. ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ പിന്നെ കൃപാസനമല്ല, ന്യായാസനമാണ്. ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ ചെയ്തതിന് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ സോളിൻ്റെ വിഷയമായതുകൊണ്ട് ആരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല, എൻ്റെയും മുഖം നോക്കേണ്ട കാര്യമില്ല. ദൈവവചനത്തെ ആസ്പദമാക്കി നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരുന്ന ചിന്തകളും ആ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലോ വ്യക്തിപരമായിട്ട് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനാണ് ഈ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച് എന്നൊരു വിഷയം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനേകമായ ക്ലാസ്സുകൾ കഴിഞ്ഞ് ഇത് 90-ാമത്തെ എപ്പിസോഡാണ് ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളത്. അതിനുശേഷം ഇടാത്തതായിട്ടുള്ള കുറേ മെസ്സേജുകളുണ്ട്. അതൊക്കെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയുള്ള മെസ്സേജുകളാണ്. ഈ വിഷയത്തെ നമ്മൾ ഒടുവിൽ കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ എന്നൊരു വിഷയം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ശക്തിപ്പെടാൻ പറ്റാതിരിക്കുന്ന കാര്യമാണ്. ഇന്ന് ദൈവസഭയ്ക്കകത്ത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തി എന്തുകൊണ്ട് വെളിപ്പെടുന്നില്ല? അല്ലെങ്കിൽ നമ്മളിൽ വ്യക്തിപരമായിട്ട് ഡിനോമിനേഷൻസ് അല്ല ഉദ്ദേശിക്കുന്നത്, വ്യക്തിപരമായിട്ട് ഉയർത്തെന്നിട്ട് സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായി ക്രിസ്തുവിൻ്റെ മഹിമ എന്തുകൊണ്ട് വെളിപ്പെടുന്നില്ല? അതിന് തടസ്സം നിൽക്കുന്ന നമ്മുടെ കുറവുകളെ ക്ലീൻ ചെയ്തെടുക്കുവാനാണ് ശ്രമിക്കുന്നത്. ആമേ, സ്തോത്രം. ഇതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് നമുക്ക് പഴയ എപ്പിസോഡുകളൊക്കെ റെഫർ ചെയ്യാതൊക്കെ കാണാൻ സാധിക്കും. സ്തോത്രം. ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും ഉപദേശിക്കുമ്പോഴേക്കും ആർക്കും തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാകുകയില്ല. ഇതൊക്കെ ഞങ്ങൾ ബാല്യകാലം തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഇതൊക്കെ ഞങ്ങളുടെ വായിൽ വചനങ്ങളൊക്കെയും ഉണ്ട്.
പക്ഷേ ഇത് പ്രാവർത്തികമാക്കുന്ന സമയത്താണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. ഉച്ചവരുമ്പോൾ ഒരു ഉദാഹരണത്തിന്, എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഇതൊന്നും ഒഴിഞ്ഞു പോകണമെങ്കിൽ ഓരോരുത്തരും സമർപ്പണത്തിനനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന സമയത്ത് എന്നിൽ കുറവുകളുണ്ട് എന്ന് പറഞ്ഞ് അതിന് ഒഴിഞ്ഞു കളയാൻ തയ്യാറായാൽ മാത്രമേ പറ്റുള്ളൂ. വചനം പഠിച്ചത് തലയ്ക്കകത്തിരിക്കുകയുള്ളൂ, ആത്മാവിൽ ജീവനായിട്ട് വ്യാപരിക്കുകയില്ല. ഇനി ഇതൊക്കെ നമ്മൾ പല ദിവസം ചിന്തിച്ചുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു വന്നാൽ എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ, അതായത് അഗാപ്പയല്ലോ. ഇതിനെ വ്യാജമായിട്ടൊരു സ്നേഹം പറഞ്ഞുകൊണ്ട് ഇന്ന് കരിസ്മാറ്റിക്കിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻഡത്തിലെ പല പല എക്യുമനിക് പ്രസ്ഥാനത്തിൻ്റെയും വേരുകൾ അല്ലെങ്കിൽ ട്രാക്റ്റുകളൊക്കെയും പെന്തിക്കോസ്ത് ഗോളത്തിലും കടന്നു വന്നിട്ടുണ്ട്. സ്നേഹം മതി. ആ പറയുന്ന സ്നേഹം വേറെ സ്നേഹമാണ്. അത് തിമോത്തിയസ് ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിർവ്യാജ വിശ്വാസം, നിഷ്കളങ്ക ഹൃദയം, നല്ല മനസ്സാക്ഷി, ശുദ്ധ ഹൃദയം, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ഇതല്ലാത്ത സ്നേഹമൊന്നും സ്നേഹമല്ല. ഫസ്റ്റ് തിമോത്തിയസ് 3:5 വാക്യമാണെന്ന് തോന്നുന്നു, 1 അധ്യായത്തിന് 5 വാക്യമാണെന്ന് തോന്നുന്നു. സ്തോത്രം. ശുദ്ധ ഹൃദയം എങ്ങനെ ലഭിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലല്ലാതെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടാൻ വേറൊരു വഴിയുമില്ല. ഏതെല്ലാം മാർഗം, ഏതെല്ലാം പെരിഫറലായിട്ടുള്ള ഉടുപ്പിട്ടാലും അവൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്തൊന്നും കണ്ണുകൊള്ളുകൊണ്ട് നോക്കുമ്പോൾ നീ ശുദ്ധമാണോ അല്ലയൊന്നും അറിയുന്നത് നീ ക്രിസ്തുവിനെ ധരിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. വെറുതെ വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ടും ആവുന്നില്ല. വീണ്ടും ജനനം പ്രാപിച്ച്, അതായത് പ്രായശ്ചിത്വത്തെ അംഗീകരിച്ച് അതിൽ വിശ്വസിച്ച് റിയൽ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ ആശ്രയം മാത്രമേ എൻ്റെ രക്ഷയ്ക്ക്, അവൻ മാത്രമേ വഴിയുള്ളൂ, അവൻ മാത്രമേ വാതിൽ, അവൻ മാത്രമാണ് രക്ഷ എന്ന് മനസ്സിലാക്കി അവനെ ഹൃദയത്തിലുമാണ്, അല്ലെങ്കിൽ അവനെ ധരിച്ചുകൊണ്ട് ദിനം പ്രതിയുള്ള ജീവിതത്തിൽ അവനുമായിട്ടുള്ള കൂട്ടായ്മ മുന്നേറുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ശുദ്ധീകരണം നടക്കുകയുള്ളൂ. നല്ല മനസ്സാക്ഷി. ഈ നല്ല മനസ്സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് ചിലരുടെ കരിവ് കാണിച്ചാൽ, ചില ഔദാര്യങ്ങൾ കാണിച്ചാൽ ഒന്നും നല്ല മനസ്സാക്ഷിയല്ല. അതൊക്കെ ക്രിസ്തുവിലായതിനു ശേഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് മാത്രമായിട്ട് ക്രിസ്തുവിലാതെ ഉണ്ടാകുന്നൊന്നും കാര്യമല്ല. നിർവ്യാജ വിശ്വാസം, ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്ത വിശ്വാസം. ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് വിശ്വാസങ്ങൾ വേണ്ടത്രയുണ്ട്. ഇവയാൽ ഉളവാകുന്ന സ്നേഹമാണ് ഈ അഗാപ്പെ ലവ് എന്ന് പറയുന്നത്. സ്തോത്രം. വാക്യം എടുത്ത് വായിക്കാൻ കുറേ നാളുകൾ ഞാനത് പ്രസംഗിച്ചിട്ടുള്ള വാക്യമായതുകൊണ്ട് ഞാൻ അത്ര, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വാക്യം അതുകൊണ്ട് ഞാൻ അത്ര കാര്യം വായിക്കില്ലെന്നുള്ളൂ. ഇന്നലെ വാക്യം എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് തിമോത്തി 1 ചാപ്റ്ററിന്റെ 3 വാക്യം തുടങ്ങി വായിക്കാം. അന്യത ഉപദേശിക്കരുത്, വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെ അന്തമില്ലാത്ത വംശാവലികളെ ശ്രദ്ധിക്കരുത്. ചിലരുടെ ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോനിക്ക് പോകുമ്പോൾ അപേക്ഷിച്ച് പലപ്പോഴും ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ തിമോത്തിയോസിനെ ശുശ്രൂഷയുടെ ബലമേൽപ്പിക്കുന്ന സമയത്ത് പറയുകയാണ്. ആ സമയത്ത് പറയുന്ന വാക്യമാണ് ആജ്ഞയുടെ ഉദ്ദേശമോ. അതായത് തിമോത്തിയോസിന് പറയുകയാണ്, നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെ എവിടെ എഫെസസിൽ തന്നെ താമസിക്കണം. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന സ്നേഹം. അല്ലാത്ത സ്നേഹമൊന്നും സ്നേഹം ക്രിസ്തുവിൽ നിന്നുള്ള സ്നേഹമല്ല. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റുകളാണ്. അതുകൊണ്ട് അതൊക്കെ ഒഴിഞ്ഞു പോകേണ്ടതും സൂക്ഷിച്ച് ഒഴിഞ്ഞു പോകേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്ന് ആത്മാക്കളെ രക്ഷിക്കുക കേൾക്കുമ്പോൾ ഈവൻ കാത്തലിസം കരിസ്മാറ്റിക് ഒക്കെ എടുത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സുവിശേഷം കൊണ്ട് രക്ഷിക്കപ്പെടേണ്ടയോ? വ്യാജമായ മാർഗത്തിൽ കൂടെ ഒന്നും രക്ഷ നടക്കുകയില്ല. സ്തോത്രം. വീണ്ടും ജനനം, ക്രിസ്തുവിനാലുള്ള വീണ്ടും ജനനം, ഇതിൽ കൂടെ മാത്രമേ രക്ഷയുടെ ആരംഭം നടക്കുന്നേ. ഇന്ന് വ്യാജമായിട്ടുള്ള ജനനങ്ങൾ വേണ്ടതുണ്ട്. അതൊക്കെയും കൗലയുടെ പുത്രന്മാരാണ്, ദാസി പ്രസവിച്ച മക്കള്, അബ്ബ പിതാവെന്ന് വിളിക്കുവാൻ യോഗ്യതയില്ലാത്ത മക്കള്. ഇതെല്ലാം നരകത്തിലേക്ക് തള്ളപ്പെടുന്നതാണ്. സ്തോത്രം. ഇതിനെല്ലാം വല്ലാത്തൊരു ഡ്യൂപ്ലിക്കസിയാണിത്. ഈ സുവിശേഷം അവരും രക്ഷിക്കപ്പെടേണ്ടയോ? അവർ രക്ഷിക്കപ്പെടണം. യെസ്, രക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ്. എല്ലാവരും ആരും നശിച്ചു പോകാതെ രക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് തൻ്റെ പുത്രനെ ആദരിക്കാതെ തന്ന ദൈവത്തിൻ്റെ പദ്ധതി. എന്നാൽ അൺകണ്ടീഷണൽ അല്ല, കണ്ടീഷണലാണ്. പ്രായശ്ചിത്തത്തെ അംഗീകരിക്കാത്ത ഒരു വ്യക്തി പോലും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല.
ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തം കൂടാതെ പാപക്ഷമ ഏതെങ്കിലും മതവിഭാഗങ്ങൾ പിടിച്ചാൽ അവർ ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇനി എത്ര മാതൃക പറഞ്ഞാലും ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തം കൂടാതെ ദൈവത്തോട് അടുക്കുവാൻ സാധ്യമല്ല. പാപം ചെയ്ത വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ക്രോധമേ വസിക്കുന്നുള്ളൂ. എത്രയെല്ലാം നീതി പ്രവർത്തികൾ പെരിഫറലായിട്ട് ചെയ്താൽ തന്നെയും യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തത്തെ അംഗീകരിക്കാത്ത ഒരു മതവിഭാഗങ്ങളും എത്ര ജനസംഖ്യയുണ്ടാലും എത്ര വലിയ മതമായിരുന്നാലോ എത്രമാത്രം വിശുദ്ധിയുടെ പുറമെ കാണിച്ചാൽ തന്നെ അവർ ദൈവത്തിൽ നിന്നുള്ളതല്ല. അത്തരം ഉപദേശം പഠിപ്പിക്കുന്ന മതങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന ദൈവത്തെ ശിക്ഷ വിധിക്കാനുള്ള അധികാരം മനുഷ്യരായി നമുക്കുണ്ട്. സ്തോത്രം. കാരണം എന്താ? നാം പാപം ചെയ്താൽ നമ്മളൊരു മോറൽ ഏജന്റ് ആയിരിക്കുമ്പോൾ നാം പാപം ചെയ്ത് ദൈവം നമ്മളെ ശിക്ഷിക്കുമെങ്കിലും ദൈവം പാപം ചെയ്താൽ, ദൈവം തെറ്റ് ചെയ്താൽ, ദൈവം തന്റെ വ്യവസ്ഥയിൽ നിൽക്കാതെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ ആ ദൈവത്തെ ശിക്ഷിക്കാനുള്ള അധികാരം മോറൽ ഏജന്റായി നമുക്കുണ്ട്. ഇത് നിങ്ങൾക്ക് വലിയ കഠിനമായ വാക്കായിട്ട് തോന്നും. എന്ത് ഈ മനുഷ്യൻ പറയുന്നേ? ദൈവത്തെ ശിക്ഷിക്കുകയോ? യെസ്, ദൈവം തന്റെ വ്യവസ്ഥയിൽ നിൽക്കുന്നില്ലെങ്കിൽ, അതാണ് ഞാൻ പറയാൻ കാരണം, യേശു ക്രിസ്തുവിന്റെ പാപക്ഷമയ്ക്കായിട്ടുള്ള പ്രായശ്ചിത്തത്തെ കൂടാതെ പാപം ക്ഷമിക്കുന്നത് പഠിപ്പിച്ചാൽ ഏത് മതവിഭാഗങ്ങൾ പഠിപ്പിച്ചാലും അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. അത്തരം മതങ്ങളെ, അത്തരം ദൈവങ്ങളെ ശിക്ഷിക്കുവാനുള്ള അധികാരം ഏതൊരു മനുഷ്യനുമുണ്ട്. കുറച്ച് കഠിനമായ വാക്കായിട്ട് തോന്നും. അത് സുവിശേഷത്തെ നിയമപരമായ രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ, ഗവൺമെന്റിന് മേലെ ചിന്തിച്ചാൽ മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. യേശു ക്രിസ്തുവിന് പാപക്ഷമിക്കായിട്ടുള്ള പ്രായശ്ചിത്തം കൂടാതെ ഒരു വ്യക്തിക്ക് പോലും ദൈവത്തോട് അടുക്കാൻ സാധ്യമല്ല. ലൂസിഫർ സംഘത്തിന്മേൽ വന്നതിനേക്കാളും ആയിരക്കണക്കിന് 10,000-കണക്കിന് ഇരട്ടിയുള്ള കോപമാണ് മനുഷ്യനുമേൽ ദൈവത്തിനുള്ളത്. അതാണ് ഏലിയാവിന്റെ യാഗപീഠത്തില് ആ ദൈവത്തിന്റെ ക്രോധാഗ്നി ഇറങ്ങിക്കൊണ്ട് യാഗവസ്തുവിനെ വിറക്, കല്ല്, മണ്ണ്, വെള്ളം അവിടുത്തെ എല്ലാത്തിനും ദഹിപ്പിച്ച് കളഞ്ഞു. അത്രമാത്രം ക്രോധാഗ്നിയാണ് ദൈവത്തിനുള്ളത്. അത് യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തം അംഗീകരിച്ച് മാനസാന്തരപ്പെട്ട് അവനെ ആശ്രയിക്കുന്നവർക്കോ, പുത്രനെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ പുത്രന് കൊടുക്കേണ്ട അതേ ബഹുമാനം, പുത്രന് കൊടുക്കേണ്ട അതേ സംരക്ഷണമാണ് ദൈവം അവനിൽ ആശ്രയിക്കുന്നവർക്ക്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ആശ്രയിക്കുന്നവർക്ക് കൊടുക്കുന്നത്. ഇത് വളരെ സിമ്പിളായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ശരിയാകത്തോണ്ടാണ് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലം വ്യാപരിക്കാതിരിക്കുന്നത്. കർത്താവിന് ബലമില്ലാതെ അല്ല. ഇന്ന് വലയം ചോദിക്കുന്ന സംഗീതത്തിനുകാരൻ പറയുന്ന പോലെ നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന അവസ്ഥ പോലും നമ്മുടെ ജീവിതത്തിൽ വരും. 42-ാം സങ്കീർത്തനം, അതുപോലെ തന്നെ 115-ാം സങ്കീർത്തനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് അവരുടെ ദൈവം എവിടെ, അവരുടെ ദൈവം എവിടെ എന്ന് ഇപ്പൊ ജാതിയെ പറയുന്നത് എന്തിനാ? സ്തോത്രം. അന്ന് പറഞ്ഞ സംഗീതക്കാരൻ എന്റെ ദൈവമോ സ്വർഗത്തിലുണ്ട്. നമുക്ക് പറഞ്ഞോ എന്റെ ദൈവം എന്നിലുണ്ട്. എന്റെ മരണത്തെ നീക്കി, എന്നിലുള്ള പാപത്തെ നീക്കി, എന്നിലുള്ള മരണത്തെ നീക്കി എന്നിൽ ഉയർത്തെഴുന്നേറ്റവനാണ് ക്രിസ്തുയേശു. ഇതാണ് ഞാൻ പഠിപ്പിക്കുന്നത്, പേഴ്സണൽ റിലേഷൻ. സ്തോത്രം. ഇത് വസിക്കണമെങ്കിൽ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് തോന്നിയാലും അല്പസമയത്തേക്ക് ഈ ശരീരത്തിലുള്ള വാസമുള്ളൂ. അതിന് ഈ ശരീരം വിടുന്നതിന് മുമ്പ് അതിനൊക്കെ ക്രമീകരണം പ്രാപിച്ചാൽ ഈ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവൻ നമ്മിൽ വസിച്ചുകൊണ്ട് അവൻ മഹിമയുടെ വലതുഭാഗത്തിരുന്ന് തന്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മിൽ വസിച്ചുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം നടത്തും. ഇന്നും അത് പ്രോമിസാണ്. എഫേഷ്യൻസ് ചാപ്റ്റർ 1:19-23 പറയുന്ന കാര്യം അതാണ്. സ്തോത്രം. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് എഫേഷ്യൻസിന്റെ ചാപ്റ്റർ 5 വേഴ്സ് 1 തുടങ്ങിയാണ്. ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഫാമിലി റിലേഷനിലേക്ക് വരും. റിലേഷൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. വൈഫ് എങ്ങനെ ഹസ്ബൻഡിനെ ആദരിക്കണം, ഹസ്ബൻഡ് എങ്ങനെ വൈഫിനെ സ്നേഹിക്കണം, എങ്ങനെ കരുതണം, മക്കൾ എങ്ങനെ ഇടപെടണം, മക്കളോട് എങ്ങനെ ഇടപെടണം, സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം, ദാസൻ യജമാനനോട് എങ്ങനെ ഇടപെടണം, ഈ കാര്യങ്ങൾ ഇതെല്ലാം ക്രമീകരിച്ച ശേഷമാണ് 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഇതൊന്നും ക്രമീകരിക്കാതെ വെറുതെ കയറി കിടന്നുകൊണ്ട് രക്ഷിക്കപ്പെട്ടത് നാമധേയമായിട്ട് പറഞ്ഞുകൊണ്ടോ, വെള്ളത്തിൽ വീണതുകൊണ്ടോ, പരിശുദ്ധാത്മാവ് പ്രവേശനം പ്രാപിച്ചെന്നോ, അന്യഭാഷ പറഞ്ഞുകൊണ്ടോ ഒരു ശക്തിയും വ്യാപരിക്കില്ല. ക്രിസ്തുവിന് നമ്മൾ കൂടെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് തോന്നിയാലും ഈ ക്ലാസ്സുകളൊന്നും ആരും യൂട്യൂബിൽ അധികം പേര് കാണില്ല. 5 പേരോ 10 പേരൊക്കെയാണ് കാണുന്നത്. കാരണം അതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. വല്ല ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യങ്ങളോ അല്ല പൊളിറ്റിക്സോ അല്ലെങ്കിൽ വേൾഡ് പൊളിറ്റിക്സ് ഒക്കെ പറയണമെങ്കിൽ 100 കണക്കിന് ആൾക്കാർ കാണും. അങ്ങനെയുള്ള ഒരു ചാനലല്ല ഇത്. കർത്താവിൻ്റെ വരവിന് വേണ്ടി
രണ്ടുപേരെങ്കിലും ക്രമപ്പെടുത്തി നിൽക്കാൻ പറ്റിയാൽ അവൻ്റെ മുമ്പിൽ വില കൊടുക്കണം, കണക്ക് കൊടുക്കണം. ദിനം പ്രതി ജാഗരിച്ച് ഓരോരുത്തരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവരുടെ രക്ഷയ്ക്കാസ്പദമായ വചനങ്ങളാണ് ഈ പറയുന്നത്. ആകെ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. എല്ലാവരോടും പറയുന്ന കാര്യമല്ല, പ്രിയ മക്കൾ എന്ന പോലെ. Therefore be imitators of God as dear children. ഇവിടെ ചിൽഡ്രൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ ടെക്ന എന്നൊരു വാക്ക്, ജസ്റ്റ് ജനിച്ച ഒരു കുഞ്ഞ്. ഹ്യൂയോസ് എന്നൊരു ഗ്രീക്ക് പദമാണ് പക്വത പ്രാപിച്ച പുത്രൻ എന്ന സ്ഥാനത്തേക്ക് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയെ വഴിപാട് യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ഇവിടെയാണ് ഞാൻ തിമോഥെയോസിന്റെ ലേഖനം റെഫർ ചെയ്തത്. എങ്ങനെയുള്ള സ്നേഹമാണ് പറയുന്നത്? ശുദ്ധഹൃദയം. ശുദ്ധഹൃദയം എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കൊന്നും ദ്രോഹം ചെയ്യുന്നില്ല, ഞാൻ ആരോടും വഴക്കിന് പോകുന്നില്ല, ഞാൻ ഒന്നിന് പോകുന്നില്ല. ഇതല്ല ശുദ്ധഹൃദയത്തിന്. ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടതായിട്ടുള്ള ഹൃദയം, ക്രിസ്തു വസിക്കുന്ന ഇടമായ ഹൃദയം. ക്രിസ്തു ഇല്ലാത്തടത്തൊരു വിശുദ്ധി ഇല്ല, ക്രിസ്തു ഇല്ലാത്തടത്തൊരു ശുദ്ധതയില്ല. നിർവ്യാജ വിശ്വാസം. എത്ര പേർക്കുണ്ടെന്ന് ഓരോരുത്തരും ശോധന ചെയ്യണം. എൻ്റെ വിശ്വാസം പെർഫെക്റ്റ് ആണോ അല്ലയെന്ന് ശോധന ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ ഈ മെസ്സേജുകൾ, ചാസ്മർജിൻ്റെ മെസ്സേജുകളൊക്കെ ഇടുന്നുണ്ട്. അതിനകത്ത് കാണിച്ച ഇമേജസ് ഒന്നും നോക്കണ്ട, വചനങ്ങൾ മാത്രം ഒന്ന് നോക്കുക. സ്തോത്രം. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനെ വഴിപാട് യാഗമായി അർപ്പിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ, നാം ശത്രുക്കളും ദൈവത്തിൽ നിന്ന് മനസ്സുകൊണ്ട് അകന്നവരും കോപത്തിന് പാത്രങ്ങളുമായിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് താൻ ആരെ സ്നേഹിക്കുന്നുവോ അവർക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് കണ്ട് ഈവൻ അത് നടത്തിയെടുക്കാൻ തക്കവണ്ണം തന്നെത്താൻ സാക്രിഫൈസ് ആകേണ്ടി വന്നാലും, തൻ്റെ ഏത് ഡിസിഷൻസും, തൻ്റെ ഏത് പദവിയും, തൻ്റെ ഏതൊരവസ്ഥയും, ഈവൻ മരണം പോലും വഹിക്കേണ്ടി വന്നാലും അത് നടത്തി കൊടുക്കുന്നതാണ് ഈ പറയുന്ന സ്നേഹം. അപ്പൊ ചർച്ചിനകത്തുള്ള കാര്യമാണ് പറയുന്നത്. ഒടുവിൽ കർത്താവ് അവന്റെ അമിതബലത്തിന് ശക്തിപ്പെടുന്ന ആവശ്യമായ ഒരു കാര്യമാണ് പറയുന്നത്. അവർ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ദൈവത്തെ അനുകരിക്കുന്ന മാതൃകയാണ് പറഞ്ഞത്. എന്താ ചെയ്തത്? നാം റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, തന്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചവൻ അവരോടുകൂടെ സകലതും തരാതിരിക്കുന്നു. ഈ വാക്യം പറഞ്ഞ് ഈ ലോകത്തിലെ സകല നന്മകൾ അത് സൈറ്റാണെന്ന ദൈവത്തിനെയാണ് പറയുന്നത്. ഈ ലോകത്തിന് നന്മകൾ തരാതിരിക്കുന്നത്. ക്രിസ്തുവിൽ നമുക്ക് എല്ലാം ഉണ്ട്. ഈ ലോകത്തിൽ ആവശ്യമായി അവരെപ്പോഴും സദൃശ്യന്മാരായി തീരുവാൻ എന്ത് വേണം? വസ്ത്രം, പാർപ്പിടം, ആഹാരം എന്ത് വേണമോ അത് സഫീഷ്യൻ്റ് ആയിട്ട് തരുവാൻ അവർ നല്ലവണ്ണം അറിയാനുള്ള അധികാരം സ്റ്റോക്ക് അവൻ്റെ കയ്യിലുണ്ട്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂമണ്ഡലം അതിൻ്റെ നിവാസികൾ യഹോവയ്ക്കുള്ളത്. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമി അവൻ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. നമ്മുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ദുഷ്ടാത്മാക്കൾക്കല്ല. സ്തോത്രം. അതിനൊരു മാതൃക പറയാണ്, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച്. ആ സ്നേഹത്തിന്റെ ഔട്ട്കമാണ് പറയുന്നത്. ശത്രുക്കളായിരിക്കുമ്പോൾ, ദൈവത്തോട് മനസ്സുകൊണ്ട് അകന്നവരായിരിക്കുമ്പോൾ, സ്വയം ദൈവത്തെ പുറന്തള്ളിക്കൊണ്ട് സ്വയമായിട്ട് ദൈവത്തെ കൂടാതെ വാഴാമെന്ന് നടക്കുന്ന സമയത്ത് ആ സ്വർഗീയ പദവിയെ വെടിഞ്ഞ് മനുഷ്യ സദൃശ്യത്തിലായി, മരണമില്ലാത്തവൻ മരണമുള്ള ശരീരം ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും അവൻ തന്നെ വിളിച്ചു വരുത്തിയ പാപത്തിന് ശിക്ഷ തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്ത് മരിക്കുവാൻ വേണ്ടിയാണ് ആ സ്നേഹത്തെ വെളിപ്പെടുത്തിയത്. ഇതാണ് ദൈവത്തെ അനുകരിക്കുന്ന മാതൃക. ഇതെവിടെയാ പറയുന്നത്? വിത്തിൻ ദ ചർച്ച്. മറ്റുള്ളവരുടെ തോളി കൈയിടാൻ വളരെ എളുപ്പമാണ്. സൈറ്റാൻ അതിന് കൂട്ടുനിൽക്കും. അകത്ത് നടക്കേണ്ട കാര്യമാണ്. എന്തിനാണെന്നറിയാം? ഒടുവിൽ കർത്താവും അവൻ്റെ അമിത ബലവും നമ്മിൽ കൂടെ വ്യാപരിക്കുവാൻ. എന്നാൽ മാത്രമേ തുടർന്നുള്ള കാര്യങ്ങൾ പറ്റുള്ളൂ. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അന്ധകാരത്തിന് അധിപതികളോടും സ്വർലോക ദുഷ്ടാത്മ സേനയോടും പോരാടാൻ പറ്റുള്ളൂ. അവയെ നമ്മുടെ കാൽ കീഴെ കൊണ്ടുവരണം. എബ്രായർ 10:13 പറഞ്ഞത് അവയെ കാൽ കീഴെ കൊണ്ടുവരുവോളം, 110 സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം നീ എന്റെ വലത്ത് വാത്തിരിക്കുക. സഭയുടെ പാദപീഠമാകേണ്ടത്
അതിനാ കർത്താവിൻ്റെ വരവിന് സമയമെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് അതിന് പോയിട്ട് ഈ ലോകത്തിന് അധികാരികളുടെ കൂടെ അങ്ങ് കൺവെൻഷൻ സ്റ്റേജുകളിലേക്ക് രാഷ്ട്രീയക്കാരവത പ്രസംഗിക്കുന്നത്. അവർ കാൽക്കൈയല്ല, ഇപ്പോൾ അവർ തലക്കകത്തായി. ദുഷ്ടാത്മാക്കൾ നിഷ്ഠാത്മാക്കളാണ് കൺവെൻഷനുകളിലോ അല്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് രോഗശാന്തികളും വീര്യപ്രവൃത്തികളും ചെയ്യുന്നത്. അവയെ കാൽക്കീഴെ കൊണ്ടുവരാനാണ് പറയുന്നത്. എൻ്റെ പവർ മിനിസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കോമാളിത്തരം കാണിക്കുന്നത്. എന്തുകൊണ്ടാ? കർത്താവ് പുറത്ത് വേറൊരുത്തിനകത്തും കയറി. ഇവ കാര്യങ്ങളൊക്കെ ക്രമപ്പെടാത്തിടത്തോളം കർത്താവിന് വസിക്കുവാൻ സാധ്യമല്ല. ലൗകിക സഭയുടെ കാലഘട്ടത്തിൽ കർത്താവ് പുറത്തു നിന്ന് വിശ്വാസികളുടെ ഹൃദയത്തിലാണ് മുട്ടുന്നത്. സാധാരണ കൺവെൻഷൻ പ്രസംഗങ്ങൾക്കൊക്കെയും ജാതികളുടെ ഹൃദയത്തിൽ മുട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീര്യത്തോടെ പ്രസംഗിക്കും. ഈ പ്രസംഗിക്കുന്നവന്റെ ഹൃദയത്തിലാണ് മുട്ടുന്നത്. സ്തോത്രം. ഒരു കാലത്ത് ശരിയായിരുന്നു, ഇക്കാലങ്ങളിൽ അങ്ങനെയല്ല. അതുകൊണ്ട് വല്ലവിധേനയും ഇതിൻ്റെ സത്യം മനസ്സിലാക്കി എൻ്റെ കർത്താവ് നീ എന്നിൽ വസിക്കുന്നതിന് തടസ്സമായിട്ട് എന്നിലുള്ള കുറവ് എന്താണ്, വ്യസനത്തിലുള്ള മാർഗം എന്താണ്, കർത്താവ് നീ എനിക്കൊന്ന് ബോധ്യപ്പെടുത്തി തന്ന് ഞാനതങ്ങ് കളഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ബോധ്യപ്പെട്ട് കിട്ടുമ്പോൾ പിന്നെ പിടിക്കരുത്, പിന്നെ അതിനെ ന്യായീകരിക്കാൻ പോകരുത്. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. ധൂർന്നെടുപ്പ്, യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പോലും കരുത്. ഒരു വിധത്തിലുള്ള ഇമ്മോറാലിറ്റി പേർ പറയുക പോലും വരുത്. ജാതിക തലമണ്ടയിൽ കൊണ്ടിടും, ബക്കറ്റ് കണക്കിന് കൊണ്ട് ദുഷ്ട ചിന്താമണ്ഡലത്തിൽ കൊണ്ടിടും. നമ്മുടെ ഡ്യൂട്ടിയാണ് അതിനോട് എതിർത്തു നിൽക്കുക. അതിനെ തീറ്റിപ്പോറ്റാനല്ല, അതിനോട് എതിർത്തു നിൽക്കുക. 2-3 കാര്യങ്ങളെ പറഞ്ഞോളൂ. അങ്ങനെയാകുന്ന വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തതരം പൊട്ടച്ചൊല്ല് കളിവാക്കി ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നും അരുത്. സ്തോത്രമത്തെ അതോ എപ്പോഴും സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ല അതിന്റെ അർത്ഥം. ദൈവഹിതത്തിന് അല്ലാത്ത ചേർച്ചയില്ലാത്ത എന്തെല്ലാം വന്നോ വരുമ്പോ തന്നെ മനസാക്ഷി ഓർമ്മപ്പെടുത്തി തരും. മനസാക്ഷി ഹാർഡല്ലെങ്കിൽ ഇത് നമുക്ക് വേണ്ടതല്ല, ഇതിനെങ്ങ് കളഞ്ഞേര്, അതിനെ എൻ്റർടൈൻ ചെയ്യണ്ട. ചിലപ്പോൾ പാസ്റ്റർമാരെ കൂടി തന്നെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്, നല്ല പ്രസംഗങ്ങൾ കൂടെ ആയിരിക്കും. ചില ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ എത്രമാത്രം ഫ്ലറിഷ് ആയതുകൊണ്ട് വളരെ ഈസിയാണ് കയറാനായിട്ട്. എൻ്റെ പാത്രത്തിൽ എന്ത് ആഹാരം വേണമെന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്, വിളമ്പുന്നവനല്ല. എനിക്ക് കഴിക്കാവുന്നതേ ഞാൻ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് വല്ലവിധന്റെ കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും അവൻ്റെ ആ പുനരുദ്ധാന ശക്തി അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ അവന് വിട്ടുകളയില്ല. അവൻ നമ്മൾ ഒരിക്കലും വിട്ടുകളയുന്നവനല്ല. നാം അവിശ്വസ്തരായി തീർന്നാലും അവന് വിശ്വസ്തനായി പാർക്കുന്നവൻ തന്നെയാണ്. അവൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കുക. നമ്മുടെ ബലഹീനത്തിൻ്റെ കൃപ മതി കർത്താവ്. ഞങ്ങൾ ബലഹീനരാണ്, നമുക്ക് ക്രിസ്തുവിനെ കൂടാതെ നമ്മളിൽ ഒരു ഗുണവുമില്ല. പൗലോസ് പറയുന്നത് മാത്രമല്ല, നമുക്കത് പേഴ്സണായിട്ട് രുചിച്ചറിയാം. കർത്താവ് നീ എന്നെ കൂടാതെ എന്നിൽ ഒരു ഗുണവുമില്ല, ഒരു നന്മയുമില്ല. ഇത് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കും. അപ്പോൾ മാത്രമേ നമ്മുടെ ഈ അഹങ്കാര ഹൃദയം, എല്ലാവരുടെയും കേട്ടോ, ഞാൻ ആരും കുറ്റം പറയല്ല, മനുഷ്യൻ ഏതും തുടങ്ങി അങ്ങനെയാണ്. ദൈവത്തെ കൂടാതെ വാഴണമെന്നുള്ള സ്വഭാവമാണ് അവൻ്റെ. ക്രിസ്തുവിനെ കൂടാതെ ഒരു നന്മയുമില്ല നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ മാത്രമേ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് സമ്മതിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് ക്രിസ്തു നമ്മളിൽ വെളിപ്പെടുന്നത്. വെളിപ്പെടാന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രപരമായ കാര്യങ്ങൾ വചനത്തിൽ എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യം ഇത്ര നാളും മനസ്സിലാകാതിരുന്ന് വെളിപ്പെട്ട് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, അത് വചനത്തിന്റെ പോലുള്ള വെളിപ്പെട്ട് കിട്ടുന്ന ക്രിസ്തുവിനെ പേഴ്സണലായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെട്ട് കിട്ടും. ഇതാ ഞാൻ കിടന്ന് പ്രസംഗിക്കുന്നത്. ഒടുവിൽ കർത്താവിനും അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. ഇങ്ങനൊരു അനുഭവം വിശ്വാസപാതിലുണ്ട്. ഇതാണ് വേണ്ടത്, ഇതാണ് ആക്ച്വൽ അനുഭവം, ഇതാണ്. എന്നിട്ട് അവരുമായിട്ട് ഒന്നായി ചേർന്ന് മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഇതിന് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, വലിയ പ്രയാസമൊന്നുമല്ല. നമ്മൾ വലം കൈ പിടിച്ച് നടത്തുവാൻ അവൻ മതിയായവനാണ്. അങ്ങനെ ഉണ്ടായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ല, പ്രശ്നങ്ങൾ മറ്റുള്ളേക്കാളും വളരെ ദൂരെ ഇരട്ടി ഉണ്ടാവും. പക്ഷെ അവൻ നമ്മുടെ കൂടെ ഉണ്ടാകും. അവൻ നമ്മുടെ വലം കൈ പിടിക്കും. എല്ലാവരും ശത്രുക്കളായി തീരും. ഉറ്റവരും ഉടയവരും ഇത്ര നാൾ സ്നേഹിച്ചവരൊക്കെയും തന്നെ ശത്രുക്കളായി തീരും. ദൂഷണങ്ങളുടെ ബക്കറ്റുകൾ തലകരും കൊണ്ടുവിടും. എല്ലാവിധ സൈഡിൽ നിന്നും കുറ്റങ്ങളും കുറവുകളുമായിരിക്കും വരുന്നത്. പക്ഷേങ്കിലും അവൻ നമ്മളെ വലകെ പിടിച്ചിരിക്കുന്നതും നമ്മളെ ബലപ്പെടുത്തി നിർത്തും നമുക്ക് പേഴ്സണലായിട്ട് അനുഭവിച്ചറിയാം.
നമുക്ക് വ്യക്തിപരമായിട്ട് പുനരുത്ഥാന ശക്തി അനുഭവിച്ചറിയാം. ഇതാണ് ഇസ്രായേലിൽ ഡെയിലി മന്ന കൊടുത്തത്. നമുക്ക് ഡെയിലി മന്ന ഉണ്ട്, പുനരുത്ഥാന ശക്തിയുണ്ട്. അവനിൽ ആശ്രയിച്ചാൽ ഏതൊരു കഷ്ടയും നമുക്ക് ഓവർകം ചെയ്യാം. ഏതൊരു കഷ്ടയും ക്രിസ്തുവിനാൽ ഓവർകം ചെയ്യാം. കാരണം അവൻ നമുക്ക് മുമ്പായി നടന്ന് ഇതെല്ലാം ഓൾറെഡി ഓവർകം ചെയ്ത് നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ, രക്ഷാനായകനാണ്, മഹാപുരോഹിതനാണ്. അതുകൊണ്ട് അവനിൽ ആശ്രയിക്കുന്നതിന് മടുത്തു പോകാതെ, നമ്മുടെ കുറവുകൾ നമുക്ക് ബലഹീനം മനസ്സിലാകുമ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാതെ, മറ്റാരും കുറ്റം പറയാതെ, കർത്താവ് ഇതെൻ്റെ കുറവാണ്, എനിക്ക് വെളിപ്പെട്ട് കിട്ടി, പ്ലീസ് ലോർഡ് ലെറ്റ് യു ബി മൈ സാൽവേഷൻ, നീ തന്നെ എന്നെ വസിച്ചുകൊണ്ട് എൻ്റെ രക്ഷകനായിരുന്നാട്ടെ. ഇതിലെനിക്ക് ജയമാണ് വേണ്ടത്, ഇതിന് ഒഴികൊഴിവല്ല, എനിക്ക് ജയമാണ് വേണ്ടത്. ജയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ സബ്ജക്റ്റ് പെർഫെക്റ്റായി. ദൈവമേ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യമായ ദൈവമേ സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഏറിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അത്യുന്നതനായി ആദ്യനും അന്തിനുമായി ഞങ്ങളുടെ വീണ്ടെടുപ്പാൻ നീ വാഴുന്നല്ല കർത്താവ്. നിന്റെ സ്നേഹത്തിലും കരുതലുമായി സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി നീ, നിന്റെ സ്നേഹം ഞങ്ങളെ ആരംഭിച്ച നല്ല പ്രവൃത്തി നിന്റെ വരവിന് നാളോട് തികച്ചാട്ടെ കർത്താവ്. ഞങ്ങൾ ബലഹീനൻ നീ അറിയുന്നു, ഞങ്ങൾ എത്രമാത്രം അകന്നിരിക്കുന്നവരും നീ അറിയുന്നു കർത്താവ്. എങ്കിലും നീ വിശ്വസ്തനായി പാർക്കുന്നു. നിന്റെ പ്രധാന ശക്തി കർത്താവ് ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തിലും പകർന്ന് നിന്റെ വചനത്തെ ഉറപ്പിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ മേലുള്ള നിന്റെ കടാക്ഷം മാറ്റാതെ വേണം ഈ പ്രതികൂലത്തിൻ്റെ കാലഘട്ടത്തിൽ കർത്താവ് നിന്റെ വിശ്വസ്തത ഉറന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പ്രായശ്ചിത്തത്തെ തുച്ഛീകരിച്ചുകൊണ്ട് മാനവജാതിയെ സേറ്റ് കൊല കൊടുക്കുന്ന ദുഷ്ടമതങ്ങൾ മാറിപ്പോതൊക്കെ വേണം നിന്റെ വല്ലഭത്തെ പ്രവർത്തിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. നീ വിശ്വസ്തനായി പാർക്കുന്നല്ലോ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു.